അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അൽ ഹിക്മത്തുൽ അതാഇയയിലെ അടുത്തൊരു ഹിക്മത്തിലേക്ക് പ്രവേശിക്കാം. ഇല്ലം തുഹസ്സിൻ ളന്നക ബിഹി ലിഅജ്ലി ഹുസ്നി വസ്ഫിഹി ഫഹസ്സിൻ ളന്നക ബിഹി ലിവുജൂദി മുആമലതിഹി മഅക ഫഹൽ അവദക ഇല്ലാ ഹുസ്നാ ഔ ഹസനാ വഹൽ അസ്ദാ ഇലൈക ഇല്ലാ മിനന. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കൊണ്ട് ഹുസ്നുൽ ളന്ന് വെക്കണം. അത് അത്യാവശ്യമാണ്. നമ്മൾ പലതവണ അത് മനസ്സിലാക്കിയതാണ്. ഹുസ്നുൽ ളന്ന് ബില്ലാ, അള്ളാഹുവിനെക്കുറിച്ച് എങ്ങനെയാണോ നമ്മൾ വിചാരിക്കുന്നത് അതുപോലെയായിരിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല. അപ്പോൾ തഹ്സീനുൽ ളന്ന് ബില്ലാ, അള്ളാഹുവിനെ കൊണ്ടുള്ള നല്ല വിചാരങ്ങൾ കൊണ്ട് നടക്കുക എന്നുള്ളതൊരു മുഅ്മിൻ്റെ അടയാളമാണ്. അതിൻ്റെ പ്രാധാന്യം കാരണത്താലാണ് മരണപ്പെടാൻ നിൽക്കുന്ന ഒരാൾക്ക് കൂടി ചെയ്യേണ്ട ഡ്യൂട്ടി എന്താണ്? തഹ്സീനുൽ ളന്ന് ബില്ലാണ്. ആ ഹുസ്നുൽ ളന്ന് വെച്ചാൽ പാപങ്ങൾ പൊറുക്കപ്പെടാൻ, അള്ളാഹുവിൻ്റെ റഹ്മത്ത് ലഭിക്കാൻ കാരണമാകുന്നു. അപ്പോൾ ഹുസ്നുൽ ളന്ന് വെക്കണം. ഹുസ്നുൽ ളന്നിന് പ്രേരകമാകേണ്ടത് എന്ത്? ഇല്ലം തുഹസ്സിൻ ളന്നക ബിഹി ലിഅജ്ലി ഹുസ്നി വസ്ഫിഹി, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ മനസ്സിലാക്കിയിട്ട്, അള്ളാഹുവിൻ്റെ വസ്ഫുകളെ മനസ്സിലാക്കിയിട്ട്, റബ്ബ്, ആ റബ്ബിൻ്റെ മാരിഫത്തിലൂടെ റബ്ബിനെ അറിഞ്ഞുകൊണ്ട്, റബ്ബിൻ്റെ സിഫത്തുകൾ എന്താണെന്ന് അറിഞ്ഞുകൊണ്ട്, അതിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല റബ്ബ്, ആ റബ്ബ് ഏതായാലും എന്നെ വൃഥാവിലാക്കില്ല, എന്നെ നഷ്ടത്തിലാക്കില്ല, പരാജയത്തിലാക്കില്ല എന്ന ഹുസ്നുൽ ളന്ന് അങ്ങനെ വെക്കാൻ സാധിക്കുന്നുണ്ടോ? മറ്റു പ്രവർത്തനങ്ങളിലേക്ക് നോക്കാതെ അള്ളാഹു എന്നുള്ള ഹഖീഖത്ത്, ആ ദാത്തിലേക്ക് നോക്കിയിട്ട് തന്നെ ഒരു മനുഷ്യന് ഹുസ്നുൽ ളന്ന് വെക്കാൻ പറ്റുന്നുണ്ടോ? അതാണ് ഏറ്റവും ഉത്തമം. അതിന് സാധിക്കുന്നില്ലെങ്കിൽ ഫഹസ്സിൻ ളന്നക ബിഹി, അള്ളാഹുവിനെ കൊണ്ടുള്ള ഹുസ്നുൽ ളന്ന് ഉണ്ടാക്കണം. ലിവുജൂദി മുആമലതിഹി മഅക, നിന്നോടുള്ള മുആമലത്തെ കാരണത്താലെങ്കിലും. അള്ളാഹു നിനക്ക് എന്തെല്ലാം നിഅമത്തുകൾ ചെയ്തു തരുന്നു. ഓരോ ദിവസവും ജനനം മുതൽ മരണം വരെ, ഇതിനു മുമ്പും വയറ്റിലാകുമ്പോൾ, ഉമ്മയുടെ വയറ്റിലാകുമ്പോൾ, അങ്ങനെ തുടങ്ങി എല്ലാ സമയത്തും നിനക്കെന്തെല്ലാം അനുഗ്രഹങ്ങൾ ലഭിക്കുന്നുവോ അതെല്ലാം അള്ളാഹുവാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ആ മുആമലത്ത് നോക്കിയിട്ടെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കൊണ്ടുള്ള ഹുസ്നുൽ ളന്ന് നീ വെക്കണം എന്നതാണ്. ഫഹൽ അവദക ഇല്ലാ ഹസന, അള്ളാഹു സുബ്ഹാനഹു വ തആല നിനക്ക് പകരം തന്നിട്ടുണ്ടോ? ഇല്ലാ ഹസന, നന്മയല്ലാതെ. വഹൽ അസ്ദാ ഇലൈക ഇല്ലാ മിനന, ഗുണങ്ങളല്ലാതെ അള്ളാഹു നിനക്ക് ചെയ്തു തന്നിട്ടുണ്ടോ? അപ്പോൾ ഇതിനെ മനസ്സിലാക്കാം. രണ്ട് രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കൊണ്ടുള്ള ഹുസ്നുൽ ളന്ന് വെക്കാം. ഒന്നുകിൽ അള്ളാഹു എനിക്കെന്ത് തരുന്നു എന്നതൊന്നും നോക്കിയിട്ടല്ല, മറിച്ച് അള്ളാഹു ആണല്ലോ, അള്ളാഹു മൗലയാണല്ലോ, നമ്മൾ അബ്ദുമാണല്ലോ. അപ്പോൾ നമ്മുടെ അള്ളാഹുവിൻ്റെ സിഫത്തുകളായ റഹ്മാനും റഹീമും ആയ അള്ളാഹു സുബ്ഹാനഹു വ തആല, ഗാഫിറുദ്ദംബായ അള്ളാഹു സുബ്ഹാനഹു വ തആല തുടങ്ങിയിട്ടുള്ള അള്ളാഹുവിൻ്റെ മാരിഫത്തിൽ നിന്ന് തന്നെ ഒരാൾ അള്ളാഹുവിനെ അറിഞ്ഞുകൊണ്ട് തന്നെ എന്തു വരുന്നു? അള്ളാഹുവിനോടുള്ള ഹുസ്നുൽ ളന്ന് വെക്കുന്നു, അള്ളാഹുവിനോടുള്ള റജാ വെക്കുന്നു. ഇതാണൊരു ഇത്. ഇതാണ് യഥാർത്ഥത്തിൽ ഉയർന്ന മർത്തബ. നമുക്ക് മനസ്സിലാക്കാം. കാരണം ഇതിനെ പിന്നെ ലാ യശൂബുഹു അയ്യു ഷൈ, ഒന്നും അതിനെ പിന്തിരിപ്പിക്കാൻ ഒന്നിനും സാധ്യമല്ല. എന്ത് പരീക്ഷണങ്ങളിൽ അകപ്പെട്ടാലും, എന്ത് ബുദ്ധിമുട്ട് പ്രയാസങ്ങൾ വന്നാലും, ആര് തടസ്സം നിന്നാലും ഇതിന് മാറ്റം വരില്ല. കാരണം അള്ളാഹുണ്ട് എന്നുള്ളവർക്ക് ബോധ്യപ്പെട്ടു. ആ അള്ളാഹുണ്ട് എന്നുള്ള അതിൽ നിന്ന് തന്നെ അള്ളാഹുവിനെ ഹുസ്നുൽ ളന്ന് വെക്കുന്നു. ഓക്കെ. രണ്ടാമത്തത് ഫരീഖുൻ ആഖർ, ഫരീഖ് സാനി,
അറഫഹു അഹ്സൻ അള്ളന്ന ബിഹി ലുത്ഫിഹി വറഹ്മത്തിഹി. അപ്പോൾ അള്ളാഹുവിനെ അറിഞ്ഞു, അള്ളാഹുവിൻ്റെ നിയമത്തുകളൊക്കെ ഇങ്ങനെ കണ്ടു. ഈ പറഞ്ഞ പോലെ ശാരീരികമായിട്ട് അള്ളാഹു നമുക്ക് നൽകിയ നിയമത്തുകൾ, അനുഗ്രഹങ്ങൾ, സാമ്പത്തികമായ സ്വൈര്യം, അല്ലെങ്കിൽ ജീവിതത്തിനുള്ള നിർഭയത്വം, ഇങ്ങനെ തുടങ്ങി അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ സമ്പത്തുകൾ, എന്തെങ്കിലും അനുഗ്രഹങ്ങൾ, നിയമത്ത്, ആ നിയമത്ത് ഇങ്ങനൊക്കെ നിയമത്ത് അള്ളാഹു തരുന്നുണ്ടല്ലോ, അതിനാൽ ഞാൻ അള്ളാഹുവിനെ ഹുസ്നുൽ ദന്ന വെക്കുന്നു, അല്ലെങ്കിൽ റജാ വെക്കുന്നു, ഈ ഒരു ചിന്ത. അപ്പോൾ രണ്ടാമത്തേൽ ചിലപ്പോൾ എന്തെങ്കിലും ഷായിബത്ത് വരാൻ സാധ്യത ഉണ്ട്. കാരണം ഒരാൾ പരീക്ഷണത്തിൽ അകപ്പെട്ട് നിൽക്കുകയാണ്. അപ്പോൾ എന്താ ഇപ്പോൾ പരീക്ഷണം എന്ന് അവൻ്റെ ചിന്ത വന്നേക്കാം. കാരണം നിയമത്തിലേക്ക് മാത്രം നോക്കിയിട്ടാണ് അവൻ തഹ്സീനുദ്ദുന്നി ബില്ലാ എന്നുള്ളത് വെച്ചത്. ആ നിയമത്തുകൾ ഇല്ല എന്ന് അവൻ്റെ തോന്നൽ വരുമ്പോൾ, യഥാർത്ഥത്തിലല്ല തോന്നൽ വരുമ്പോൾ, അവന് അപ്പോൾ ഹുസ്നുദ്ദന്ന അല്ലെങ്കിൽ റജാ എന്നുള്ളത് പിന്നെ പോവുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ വിഭാഗത്തിൽ നിനക്ക് പെടാൻ സാധിക്കുന്നില്ലേ? രണ്ടാമത്തെ വിഭാഗത്തിൽ പെട്ടിട്ടെങ്കിലും നീ ഹുസ്നുൽ ദന്ന വെക്കണം എന്നുള്ളതാണ്. അഹിബ്ബുല്ലാഹ ലിമാ യഗ്ദൂകും മിൻ നിഅമിഹി എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ കാണാം. അള്ളാഹു നിങ്ങൾക്ക് നൽകുന്ന നിയമത്തുകൾ കൊണ്ട്, നിയമത്തിന് പകരമായിട്ട് നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുക, ഇഷ്ടപ്പെടുക, അല്ലേ? ഇതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. എന്തായാലും എങ്ങനെയെങ്കിലുമൊക്കെ ഹുസ്നുൽ ദന്ന വെക്കണം എന്നാണ് ഏറ്റവും പ്രധാനം. ലാ യമൂതന്ന അഹദുക്കും ഇല്ലാ വഹുവ യുഹ്സിനുൽ ദന്ന ബില്ലാഹ്. അള്ളാഹുവിനെ കൊണ്ടുള്ള ഹുസ്നുൽ ദന്ന വെക്കൽ നിർബന്ധമാണ്. ആരും അങ്ങനെ അല്ലാതെ മരിക്കരുത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. എന്ത് വലിയ തെറ്റുകളാണെങ്കിലും ശിക്ഷക്ക് വകയുള്ള കാര്യമാണെങ്കിലും ഏത് തെറ്റുകുറ്റങ്ങളാണെങ്കിലും അല്ലാഹു തആല അത് പുറത്തു തരും എന്നൊരു വിശ്വാസത്തിൽ, ആ ഒരു ധൈര്യത്തിൽ ആണ് മനുഷ്യൻ ജീവിക്കേണ്ടത് എന്നുള്ളതാണ്. റജാ കുറയാൻ പാടില്ല. നമ്മൾ മുമ്പ് സംസാരിച്ചതാണ്. 100 ആളെ കൊന്ന ആൾക്കാർക്കും അള്ളാഹു പുറത്തെടുത്തു. അങ്ങനത്തെ ഈ സംഭവങ്ങളിലൂടെ, അല്ലെങ്കിൽ ആയാത്തുകളിലൂടെ, ഹദീസുകളിലൂടെ റജാ ലഭിക്കാൻ നമുക്ക് കാരണമാകണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം ഒരു രോഗിയെ സന്ദർശിച്ചപ്പോൾ കൈഫ ദന്നുക ബി റബ്ബിക് എന്നാണ് ചോദ്യം. യാ റസൂലല്ലാഹ് ഹുസ്നുൽ ദന്നി, എനിക്ക് ഹുസ്നുൽ ദന്ന ഉള്ളത് എന്ന് പറഞ്ഞപ്പോൾ റസൂൽ പറഞ്ഞത്, അങ്ങനെയാണെങ്കിൽ ഫദന്ന ബിഹി മാ ശിഅത, നീ ഉദ്ദേശിച്ചത് നീ ദന്ന് ചെയ്തോ. ഫഇന്നല്ലാഹ തബാറക വ തആല ഇൻദ ദന്നിൽ മുഅ്മിൻ അന ഇൻദ ദന്നി അബ്ദി ബി എന്നില്ലേ? ഞാൻ അടിമ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കുന്നോ അതുപോലെയായിരിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നിൽക്കുക എന്നുള്ളത്. അപ്പോൾ ഹുസ്നുൽ ദന്ന വെക്കുക എന്നുള്ളതാണ്, അല്ലേ? ധാരാളം സംഭവങ്ങൾ, ചരിത്രങ്ങളൊക്കെ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ട് കാണാം. ഈ ഹുസ്നുൽ ദന്ന അതിപ്രധാനമാണ്. റജാ നഷ്ടപ്പെടാതെ അള്ളാഹുവിലുള്ള ഒരു കരുണയെ പ്രതീക്ഷിച്ച് നിൽക്കുക എന്നുള്ളത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉദ്ധരിക്കുന്ന ഹദീസിൽ തന്നെ കാണാം. ബനു ഇസ്രായേലിലുള്ള ഒരാൾ, മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. തൻ്റെ ജീവിതം മുഴുവൻ അള്ളാഹുവിനെ ധിക്കരിച്ച് നടന്ന ഒരാൾ, ധിക്കരിച്ച് നടന്ന് ഒരു സുജൂദ് പോലും അള്ളാഹുവിനെ ചെയ്തിട്ടില്ല. അങ്ങനെ അവസാനം മരിക്കുന്ന സമയത്ത് അദ്ദേഹം മക്കളോട് പറയുന്നു, എൻ്റെ ശരീരം, ഞാൻ മരണപ്പെട്ടാൽ എൻ്റെ ശരീരം കത്തിക്കണം, നിങ്ങൾ കത്തിച്ചിട്ട് അതിൻ്റെ വെണ്ണീർ പകുതി കടലിലും പകുതി കരയിലും ഒഴിക്കണം. അങ്ങനെ വിതറണം, കടലിലേക്കും കരയിലേക്കുമായിട്ട് വിതറണം. അങ്ങനെയെങ്കിലും അള്ളാഹു എന്നെ ശിക്ഷിക്കാതിരുന്നെങ്കിലോ എന്ന്, അല്ല, എങ്ങനെ പൊടിച്ചാൽ വിതറിയില്ലേ? അങ്ങനെയെങ്കിലും അള്ളാഹുവിനെ കിട്ടാതെ, അല്ലെങ്കിൽ അള്ളാഹു എനിക്ക് ശിക്ഷ ലഭിക്കാതിരുന്നാലോ എന്നുള്ളൊരു പ്രതീക്ഷയിൽ അദ്ദേഹം
അങ്ങനെ വസിയത്ത് ചെയ്യുന്നുണ്ട്. മക്കളപ്രകാരം തന്നെ മരണപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തെ കത്തിച്ച് ശരീരത്തിൻ്റെ വെണ്ണീർ വിതറി കരയിലും കടലിലും. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെ ജംഅ ചെയ്തു, അവനെ ഹിസാബിനിരുത്തിയപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇയാളോട് ചോദിക്കുന്നു, നീ എന്തുകൊണ്ടാണ് ഇങ്ങനെ നിൻ്റെ ആളുകളോട് അല്ലെങ്കിൽ നിൻ്റെ മക്കളോട് വസിയത്ത് ചെയ്യാനുള്ള കാരണം? അയാൾ പറഞ്ഞു, മഖാഫത്തുക യാ റബ്ബി, റബ്ബേ നിന്നെ പേടിച്ചിട്ടാണ്, നീ എന്നെ ശിക്ഷിക്കുമോ എന്ന് ഭയപ്പെട്ടതിനാലാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത് എന്ന്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ഒരു മഖാഫത്ത് കാരണത്താൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നത് ഹദീസിൽ കാണാം. ഇങ്ങനെ തുടങ്ങി ധാരാളം. അവസാനമായിട്ട് നരകത്തിൽ വരുന്ന ഒരാൾ, നരകത്തിൽ നിന്ന് എണീറ്റ് വരുന്ന ആളെക്കുറിച്ച്, ഇങ്ങനെ തുടങ്ങി പല കാര്യങ്ങളും. തിന്മങ്ങനെ നന്നായി ചെയ്ത ഒരാളെക്കുറിച്ച് പല സന്ദർഭങ്ങളിലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റജാഇനെ പ്രേരിപ്പിക്കുന്ന ധാരാളം ഹദീസുകൾ, സംസാരങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിങ്ങനെ വായിച്ചിട്ട് നമുക്കൊക്കെ മറ്റൊക്കെ നമ്മൾ ഹുസ്നുൽ ദന്നി ബില്ലാഹ് എന്നുള്ളത് നമ്മുടെ ഒരു മുഖമുദ്രയാകണം. മരണപ്പെടുമ്പോൾ മാത്രമല്ല, എല്ലാ സമയത്തും. അല്ലാഹു സുബ്ഹാനഹു വ തആല അൻത ഗനിയ്യുൻ അൻ തഅദീബിഹി എന്ന് പറയാറില്ലേ. അള്ളാഹുവിനിപ്പോൾ നമ്മെ ശിക്ഷിക്കണം എന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഗനിയ്യാണ് അൻ തഅദീബ്, ഒരു മയ്യിത്തിനെ ശിക്ഷിക്കുന്നതിനെ തൊട്ട് ഗനിയാണ്. അതിൻ്റെ ആവശ്യം ഉള്ളവനല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല. നമ്മെ ശിക്ഷിക്കുക എന്നുള്ളതോ അല്ലെങ്കിൽ നമ്മൾ തെറ്റ് ചെയ്യുക എന്നുള്ളതോ അല്ലെങ്കിൽ ശിക്ഷിക്കുക എന്നുള്ളതോ ഒന്നുമല്ല. മഗ്ഫിറത്തുക ഔസഅ മിൻ ദുനൂബിന വറഹ്മത്തുക അർജഅ ഇൻദനാ മിൻ അമാലിന. ദുആയിൽ വരാറുണ്ടല്ലോ, അല്ലാഹുവേ നിൻ്റെ മഗ്ഫിറത്ത്, അന മുദ്നിബുൻ അന മുഖ്തിഉൻ അന ആസി ഹുവ ഗാഫിറുൻ ഹുവ റാഹിമുൻ ഹുവ കാഫി ഖാബൽതുഹുന്ന സലാസതൻ ബിസലാസതി ഫലയഗ്ലിബൻ ഔസാഫുഹു ഔസാഫി. അല്ലേ, അല്ലാഹു സുബ്ഹാനഹു, ഞാനും ആസിം മുദ്നിബും മുഖ്തിയും ഒക്കെയാണ്. പക്ഷേ അതേസമയം അതിൻ്റെ ഓപ്പോസിറ്റ് അല്ലാഹു സുബ്ഹാനഹു തആല ഗാഫിറും റാഹിമും കാഫിയൊക്കെയാണ്. അപ്പോൾ ഇത് മൂന്നും വെച്ച് നോക്കുമ്പോൾ എൻ്റെ മാസിയത്തും അള്ളാഹുവിൻ്റെ മഗ്ഫിറത്തും വെച്ച് നോക്കുമ്പോൾ ഏതാണ് അമിതമായുക? അള്ളാഹുവിൻ്റെ മഗ്ഫിറത്താണ്. അപ്പോൾ അങ്ങനെ പരിഹരിക്കപ്പെടാനുള്ള അള്ളാഹുവിൻ്റെ റഹ്മത്ത് കൊണ്ട്, അള്ളാഹുവിൻ്റെ മഗ്ഫിറത്ത് കൊണ്ട് പരിഹരിക്കപ്പെടാനുള്ള വഴികൾ ധാരാളമാണ്. അപ്പോൾ അങ്ങനെ ഒരു ചിന്തയാകണം നമ്മെ ഭരിക്കേണ്ടത്. ഓക്കെ, അങ്ങനെ തുടങ്ങി ധാരാളം സംഭവങ്ങൾ. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറ്റൊരാളുടെ അടുത്ത് ചെല്ലുമ്പോൾ അദ്ദേഹം പറയുന്നു, അജിദിനി അഖാഫു ദുനൂബി വ അർജു റഹ്മത റബ്ബി. എനിക്ക് എൻ്റെ തെറ്റുകളെ കുറിച്ച് പേടിയുണ്ട്, പക്ഷേ അതേസമയം എൻ്റെ റഹ്മത്തിലുള്ള പ്രതീക്ഷയുമുണ്ട്, അള്ളാഹുവിൻ്റെ റഹ്മത്തിലുള്ള പ്രതീക്ഷയുമുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മജ്തമാ ഫീ ഖൽബി അബ്ദിൻ ഫീ ഹാദിൽ മൗത്തിനി ഇല്ല അഅതാഹു അല്ലാഹു മാ റജാ. അല്ലാഹു റജാ വ അമനഹു മിമ്മാ യഖാഫ്. അല്ലേ, എന്താണ് പ്രതീക്ഷിച്ചത് ആ പ്രതീക്ഷിച്ചത് നൽകും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ചെയ്യുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ആ ഹുസ്നുൽ ദൻ എടുക്കാനുള്ള മാർഗമാണ് നമ്മൾ നിയമത്തുകളെ കുറിച്ച് ചിന്തിക്കുക. നമ്മൾ ഓരോ നിയമത്തുകൾ ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ അത് നമ്മൾ യഥാർത്ഥത്തിൽ ചിന്തിക്കാത്തതുകൊണ്ടാണ്. ജനനം മുതൽ മരണം വരെ നമ്മുടെ ഓരോ ജീവിതത്തിലും നമ്മൾക്ക് ഒരു ബുദ്ധി ഇല്ലാത്ത ഒരാളെ കാണുമ്പോൾ നമ്മൾക്ക് യഥാർത്ഥത്തിൽ തോന്നുന്നുണ്ടോ അള്ളാഹു നമുക്ക് തന്ന നിയമത്തിൻ്റെ വലിപ്പം? കണ്ണില്ലാത്ത ഒരാളെ കാണുമ്പോൾ നമുക്ക് ആ വലിപ്പം തോന്നുന്നുണ്ടോ? യഥാർത്ഥത്തിൽ ഇതൊക്കെ തോന്നണം. ഒരു 5 സെക്കൻഡ് നമ്മുടെ ബുദ്ധി കണ്ട് ഇല്ലാതായാൽ മതി, അപ്പോൾ ആകെ ഹാല് മാറുമല്ലോ. ഞാൻ തുടങ്ങി പല അനുഗ്രഹങ്ങളും, എല്ലാ അനുഗ്രഹങ്ങളും, നമ്മുടെ കയ്യിൻ്റെ വിരലുകൾ, നമ്മുടെ ചുണ്ടിൻ്റെ ശേഷി നഷ്ടപ്പെടുമ്പോഴാണ് ചുണ്ടിൻ്റെ വില അറിയുക. അല്ലേ, ചില രോഗങ്ങൾ ബാധിച്ചാലുണ്ടാവും, ചുണ്ടിൻ്റെ ബലം നഷ്ടപ്പെടും, അതോടൊന്നും കഴിക്കാൻ പറ്റാത്ത അവസ്ഥ വരും, വെള്ളം കുടിക്കാൻ പറ്റാത്ത അവസ്ഥ വരും. ഓരോന്നിൻ്റെയും അവസ്ഥകൾ, നമ്മുടെ കണ്ണിമ ചിമ്മുന്നത്, അത് താഴ്ന്നു കിടന്നാൽ പ്രശ്നമാണ്, മുകളിൽ നിന്ന് താഴോട്ട് വന്നിട്ടില്ലെങ്കിൽ അതും പ്രശ്നമാണ്.
ഇങ്ങനെ തുടങ്ങി നമ്മളൊന്നും ചിന്തിക്കുക പോലും ചെയ്യാത്ത ധാരാളം അനുഗ്രഹങ്ങൾ നമ്മുടെ ശരീരത്തിൽ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തിട്ടുണ്ട്. നമ്മളിങ്ങനെ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ വീട്, വാഹനം, അങ്ങനെ എന്തെങ്കിലും മാത്രം ഇങ്ങനെ ചിന്തിക്കുള്ളൂ. പക്ഷെ അതൊന്നും അല്ലാതെ ഓരോ നിമിഷത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നും നിലനിൽക്കുന്ന ധാരാളം അനുഗ്രഹങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ നിയമത്തുകളെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ചാൽ തന്നെ മതി അല്ലാഹുവിനോടുള്ള ഹുസ്നുൽ ദന്ന് വെക്കാൻ. മാത്രമല്ല ഈ ഹുസ്നുൽ ദന്ന് എന്ന് പറഞ്ഞാൽ അത് തിന്മക്കുള്ള പ്രേരകമാവരുത്. അത് ഹുസ്നുൽ ദന്നല്ല. അള്ളാഹു വെറുത്തുന്നോടെന്ന് പറഞ്ഞിട്ട് തിന്മ ചെയ്യാം, അത് യഥാർത്ഥത്തിൽ ഹുസ്നുൽ ദന്നല്ല, ഗുറൂറാണ്. ശൈത്താൻ അവൻ്റെ വഞ്ചിക്കുകയാണ്. ഹുസ്നുൽ ദന്ന് കൊണ്ട് അത് നന്മക്കുള്ള പ്രേരകമാകണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബത്തൊക്കെ പാപങ്ങൾ പൊറുക്കപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ബദരീങ്ങളുടെ പാപങ്ങൾ പുറത്ത് തന്നിട്ടുണ്ട്. ഇതൊക്കെ പറഞ്ഞതിന് ശേഷം പോലും എന്തും തിന്മകൾ ചെയ്യാനാണോ അവർ മുന്നിട്ടത്? അല്ല, കൂടുതൽ അള്ളാഹുവിലേക്ക് എടുക്കാനാണ്. അതുപോലെ അള്ളാഹുവിലേക്ക് എടുക്കാൻ പ്രേരകമാവുകയാണ് ഹുസ്നുൽ ദന്ന് വഴി വരേണ്ടത് നടത്തും. മഹാനായ ഗസാലി ഇമാം ഇഹ്യയിൽ പറയുന്നുണ്ട് ഈ ഹുസ്നുൽ ദന്ന് വരാനുള്ള വഴി ഒന്ന് ഈ പറഞ്ഞ പോലെ നിയമത്തുകളെ കുറിച്ച് ചിന്തിക്കുക എന്നുള്ളതാണ്. പിന്നെ മറ്റൊന്ന് ഈ റജാഇനെ കുറിച്ച് പറയുന്ന ചരിത്രങ്ങൾ അല്ലെങ്കിൽ ഹദീസുകൾ, ഖുർആനിക ആയത്തുകൾ, ഇതിനൊക്കെ ധാരാളം ഇങ്ങനെ വായിച്ചു നോക്കുക. ഇഹ്യാ ഉലൂമുദ്ദീൻ ഒരു റെഫറൻസാണ്. അതുപോലുള്ള നമ്മുടെ പല ഗ്രന്ഥങ്ങളും സംസാരങ്ങളും പണ്ഡിതന്മാരുടെ സംസാരങ്ങളും ഇതൊക്കെ ഇങ്ങനെ കേട്ടിട്ട് അള്ളാഹുവിലുള്ള റജാ അധികരിപ്പിക്കാൻ, അതുവഴി അള്ളാഹുവിനോടുള്ള ഖുർബ് അധികരിക്കാൻ ശ്രമിക്കണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.